ഇബാദത്തിലായി ജീവിക്കുന്ന യുവാക്കൾ എന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ കേവലം നിസ്കാരമാണ് ഇബാദത്തെന്ന് ധരിച്ചു പോയേക്കല്ല, കേവലം നോമ്പാണ് ഇബാദത്തെന്ന് ധരിച്ചു പോയേക്കല്ല. അതെല്ലാം നിസ്കാരവും നോമ്പും ഇബാദത്തിന്റെ മർമ്മമാണ്. എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഏതൊരു കാര്യം ഒരാൾ ചെയ്തുവോ അത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അത്തബസ്സുമു സദഖ, അത്തബസ്സുമു സദഖ. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി, മുഅ്മിനെ ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പുഞ്ചിരിച്ചാൽ അത് ധർമ്മമാണെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, ഏതൊക്കെ വാക്കുകളുണ്ടോ എല്ലാം ഇബാദത്താണ്. അതിൽ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കഠിനാധ്വാനം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ പരിശ്രമമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്തിലായിട്ട് വളരുന്ന യൗവനം, യുവത്വം, അല്ലാഹുവിന്റെ ഇബാദത്ത് അഥവാ അവന്റെ ജീവിതം, അവന്റെ രാവും പകലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള ഓട്ടം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കഠിനാധ്വാനം. ഭൗതിക ലോകം ഇന്ന് അതിപ്രസരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമിന്റെ പേക്കൂത്തുകളാണ് നാട് മുഴുവനും നടമാടുന്നത്. നാട് മുഴുവനും കാണുന്നത് തമ്മാടിത്തരങ്ങളാണ്, താന്തോന്നിത്തരങ്ങളാണ്. വീടിന്റെ കടപ്പറ മുതൽ മുഅ്മിനെ മരണ വീട് വരെ മാമാങ്കമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, ഞാനത് ആവർത്തിച്ച് പറയേണ്ടതുമില്ല. നമ്മൾ അറിയുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലകളിലും കാണുന്നത് ഹറാമിന്റെ, തമ്മാടിത്തരത്തിന്റെ, താന്തോന്നിത്തരത്തിന്റെ, ആർമാദത്തിന്റെ വേണ്ടാത്ത വേരിയേഷനുകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളരുന്ന യുവാക്കളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. കലുഷിതമായ കാലഘട്ടം പ്ലസ് ടു കാരനായ മകന്റെ ആക്രമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അടുത്ത വീടുകളിൽ അഭയം തേടുന്ന മാതാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മകന്റെ പീഡന കഥകൾ വിവരിച്ചു കൊടുക്കുന്ന മാതാവ്. ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ലോകം എത്രത്തോളം മതപ്പതിച്ചു പോയി എന്ന്, നമ്മുടെ നാട് എത്രത്തോളം, നമ്മുടെ ഈ കേരളക്കര പോലും എത്രത്തോളം മതപതനത്തിലേക്ക് ആണ്ടുപോയി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ഉമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരോട് പറയുന്നത്, പ്ലസ് ടു കാരനായ മകൻ എന്റെ നേരെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് മുതിരുകയാണ്. എങ്ങനെയാണ് ഈ സദസ്സിനോടത് പറയേണ്ടതെന്നറിയില്ല. ഉമ്മയിലേക്ക് സ്വന്തം മാതാവിന്റെ ശരീരം ആഗ്രഹിച്ചു ചെല്ലുന്ന പ്ലസ് ടു കാരനായ മകനിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പോലീസുകാരെ മുമ്പിൽ പോയിട്ട് താണു കേണു പറയുന്ന, പൊട്ടിക്കരയുന്ന ഒരു ഉമ്മയുടെ ഗതികേടെന്ന് ആലോചിച്ചു നോക്കുക. 8ാം ക്ലാസ്സുകാരനാണ്. ജോലി കഴിഞ്ഞ് വരുന്ന മാതാവ് ഡ്രസ് മാറുമ്പോൾ അൽമറയുടെ പിന്നിൽ മറഞ്ഞിരുന്നിട്ട് മൊബൈലിൽ മാതാവിന്റെ ശരീരം പകർത്തുന്നത്. 7ലും 8ലും പഠിക്കുന്ന മക്കളിൽ നിന്നാണ് മെമ്മറി കാർഡുകൾ കണ്ടെത്തുന്നത്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ കാണാൻ അറച്ചു പോകുന്ന ലൈംഗിക പേക്കൂത്തുകളുടെ വീഡിയോകൾ, മണിക്കൂറുകൾ ദൈർഘ്യമുള്ള വീഡിയോകൾ കാണുന്നത്. സ്വന്തം പെങ്ങള് വിവാഹമോചിതയായിട്ടിരിക്കുമ്പോ ആ പെങ്ങളടുക്കലേക്ക് പാതിരാത്രിയിൽ ചെന്ന് അവളെ വാതിലിൽ മുട്ടുന്ന ആങ്ങളയുടെ കാലത്താണ്, ആങ്ങള ജീവിക്കുന്ന കാലത്താണ്
സഹോദരാ, എന്റെ പൊന്നു പെങ്ങളെ, നമ്മൾ ഈ വിഷയം പറയുന്നത് അവിടെയും അവസാനിക്കുന്നില്ല. ഈ തമ്മാടിത്തരത്തിന്റെ പട്ടിക നീണ്ടു പോവുകയാണ്. കൂട്ടുകാരന്റെ കല്യാണത്തിനെന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങളെ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് പാതി വഴിയിൽ വെച്ച് തന്റെ കൂട്ടുകാർക്ക് കാഴ്ച വെച്ചിട്ട് അതിൽ നിന്ന് 10,000 വാങ്ങിയിട്ട് ആർമാദ ജീവിതം നയിക്കുന്ന ആങ്ങളമാരുള്ളൊരു ലോകത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിനപ്പുറം എന്ത് കലുഷിതമായ ചുറ്റുപാടാണ് നമ്മൾ കാണേണ്ടത്? ഇതിനപ്പുറം നമ്മൾ എന്താണ് അനുഭവിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു തിരുഹദീസിൽ നമുക്ക് കാണാം. മാതാവ് കൊണ്ടുപോയി മകളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒരു കാലമെന്ന്. നഫീസ എന്ന സഹോദരി 1 മണിക്കൂർ രാത്രിയിൽ തന്റെ മകൾക്ക് 2000 രൂപ നിശ്ചയിച്ചിട്ട് 17 വയസ്സുകാരിയെ കൊണ്ടുപോയി ലോഡ്ജുകളിൽ തള്ളുന്ന ഒരു മുസ്ലിം ഉമ്മ ജീവിച്ചതും ഈ മണ്ണിലാണ്, കേരളത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാതാവ് മകളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന്. പിതാവിൽ നിന്ന് മകൾ, ആലോചിക്കണേ, പറയുമ്പോൾ ലജ്ജയുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. പിതാവിൽ നിന്ന് മകൾ ഗർഭം ധരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബിന്റെ ഹദീസിൽ കാണുന്നത്. സ്വന്തം സഹോദരനെ പ്രസവിക്കേണ്ട ഒരു ഗതികേട് വരുമെന്ന്. സ്വന്തം സഹോദരനെ പ്രസവിക്കേണ്ട ഒരു ഗതികേട് ഒരു പെണ്ണിന് വരുമെന്ന്. ഈ ഒരു കാലഘട്ടത്തിലാണ് സഹോദര നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ തണലല്ലാതെ തണലില്ലാത്ത പാരത്രിക കോടതിയില് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായിട്ട് ജീവിക്കുന്ന യൗവനമെന്ന്. എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ജീവിതം അങ്ങ് ആർമാദിച്ചു തീർക്കാനുള്ളതല്ല. ഈ ജീവിതം അങ്ങ് വെറുതെ കളയാനുള്ളതല്ല. ഈ ജീവിതം എന്നാൽ ഈ ജീവിതം ഒരു ആനന്ദത്തിന്റെ ലഹരിയിൽ ആറാടാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ സംവിധാനിച്ചതല്ല. അല്ലാഹു നമ്മളെ പ്രതിനിധികളാക്കിയിട്ടാണ് അയച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മളെ പ്രതിനിധീകരിച്ചതാണ്. അല്ലാഹു മലായിക്കത്തിനോട് ചോദിച്ചത്, മലായിക്ക, ഞാൻ എന്റെ പ്രതിനിധികളായിട്ടൊരു വിഭാഗം ആളുകളെ ഭൂമിയിൽ പടക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് സഹോദരങ്ങളെ നമ്മള്. ആലോചിക്കണം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അല്ലാഹു ഓരോരുത്തരെയും പ്രതിനിധികളായിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്, ആ പ്രതിനിധീകരിച്ചതിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്ന്. അല്ലാഹു നമ്മൾ ഓരോരുത്തരും പ്രതിനിധികളായിട്ടാണ് അയച്ചത്. ചില ആളുകളെ അല്ലാഹു സമ്പത്ത് കൊണ്ട് പ്രതിനിധീകരിച്ചു. എന്നിട്ട് അല്ലാഹു തആല നോക്കുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു വീക്ഷിക്കുകയാണ്, അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ പ്രതിനിധീകരിച്ചവൻ അവന്റെ സമ്പത്ത് എന്തിലാണ് ചിലവഴിക്കുന്നത് എന്ന്. മറ്റു ചിലരെ അല്ലാഹു അധികാരം കൊണ്ടാണ് ചുമതലപ്പെടുത്തുന്നത്, പ്രതിനിധീകരിക്കുന്നത്. അവന്റെ അധികാരത്തെ അവൻ എന്തിലാണ് വിനിയോഗിക്കുന്നതെന്ന് അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല മേഖലകളിലേക്കായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്റെ യുവാക്കളെ, എന്റെ യുവത്വമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ഏറ്റവും പ്രതിഫലാർഹമായതും ഈ യൗവനത്തിലാണ്, യുവത്വത്തെയാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് യുവ സമൂഹത്തെയാണ്. അതാണായാലും ശരി, അത് പെണ്ണായാലും ശരി, അവരുടെ നന്മയെ അവരുടെ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതിന് ഏറ്റവും വലിയൊരു തെളിവെന്തെന്നറിയോ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ അവന്റെ ആരോഗ്യമുള്ള സമയത്ത്, അവന്റെ യൗവന സമയത്ത് ഒരൊറ്റ ദിർഹം ചിലവഴിക്കലാണ്. അനാരോഗ്യപരമായിട്ട് കിടക്കുന്ന സമയത്ത്, വാർദ്ധക്യത്തിന്റെ ദശയിലെത്തി അല്ലെങ്കിൽ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് അവൻ 100 ദിർഹം ചിലവഴിക്കുന്നതിനേക്കാൾ പുണ്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുള്ള സമയത്ത് 1 ദിർഹം കൊടുക്കലാണ്. മരണം മുന്നിൽ കാണുകയാണ്, മരിക്കാൻ പോവാണ്, മരണരോഗിയാണ്. ആ സമയത്ത് മക്കളെ വിളിച്ചിട്ട് പറയാ, ഞാനിതാ ഇത്ര കൊടുക്കുന്നു അള്ളാന്റെ പള്ളിക്ക്, അല്ലെങ്കിൽ ഞാൻ മദ്രസയ്ക്ക് ഇത്ര